ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് വീണ്ടും ദൈവസന്നിധിയിൽ ഒരുമിച്ചായിരിക്കാൻ കർത്താവ് തന്ന സാവകാശത്തിനായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം അല്പം വിശദമായിട്ടാണ് നമ്മൾ പഠിച്ചു പോകുന്നത്. ഇതിൽ നിന്ന് പ്രായോഗിക ജീവിതത്തിനും ധ്യാനാത്മക ചിന്തയ്ക്കും പ്രയോജനപ്പെടുന്ന നിലയിൽ നമുക്കത് ഉപകാരപ്പെടണം എന്നുള്ള നിലയിലാണ് ക്ലാസ്സുകൾ പോകുന്നത്. 37 ക്ലാസ്സുകളായി, 14 അധ്യായമേ ആയിട്ടുള്ളൂ. ഇനിയും 21 അധ്യായങ്ങൾ വരെ നമ്മൾ കടന്നു പോകണം. എങ്കിലും മതിയായ വിവരങ്ങൾ നൽകി മുന്നോട്ട് പോകാം. ഇടയ്ക്കൊരു ബ്രേക്ക് വേണ്ടി വന്നാൽ നമുക്ക് ഇടയ്ക്ക് വരെ വിഷയം എടുക്കാവുന്നതുമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 14-ാം അധ്യായത്തിലെ വിഷയങ്ങളാണ് ചിന്തിച്ചു വരുന്നത്. നമ്മൾ ഭൂമിയിലായിരിക്കുമ്പോൾ കർത്താവ് നമ്മളോട് കൂടെ ഇല്ല, അല്ലെങ്കിൽ അക്ഷരികമായിട്ട് ശാരീരികമായിട്ട് നമ്മളോട് കൂടെ ഇല്ല എന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ചാഞ്ചല്യം അല്ലെങ്കിൽ കലക്കം, ട്രബിൾസ്, അത് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നത് സംബന്ധിച്ചിട്ടുള്ള നിർദ്ദേശങ്ങളാണ് ദൈവത്തിന്റെ ആത്മാവ് യോഹന്നാൻ അപ്പോസ്തലൻ മുഖാന്തരം നമുക്ക് നൽകിയത്. 5 പ്രധാന പോയിന്റുകളായിട്ടാണ് നമ്മൾ അതിനെ ചിന്തിച്ചത്. അതിൽ 4 പോയിന്റോളം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകൾ കൊണ്ട് കവർ ചെയ്തു. ആദ്യമായി യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ നമ്മൾ ബലപ്പെടുക എന്നുള്ളതാണ് കർത്താവ് ആദ്യമായിട്ട് നമുക്ക് തരുന്ന നിർദ്ദേശം, കലങ്ങാതിരിക്കുവാനായിട്ട്. രണ്ടാമതായിട്ട് യേശുക്രിസ്തുവിന്റെ വാഗ്ദാനങ്ങളിലുള്ള പ്രത്യാശ. മൂന്നാമതായിട്ട് ശിഷ്യന്മാർ അല്ലെങ്കിൽ കർത്താവിലുള്ള വിശ്വാസികൾ കർത്താവ് ചെയ്ത അതേ പ്രവൃത്തികൾ ചെയ്യുവാൻ പ്രാപ്തരായി ഈ ഭൂമിയിലായിരിക്കുന്നു. അത് പ്രാർത്ഥനയാലാണ് സാധിക്കുന്നത്. കർത്താവ് ചെയ്തതിലും വലിയ പ്രവൃത്തികൾ ചെയ്യും. 13-ാം അധ്യായം 12-ാം വാക്യം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അത് ചിന്തിച്ചു. കർത്താവിനെക്കാട്ടും വലിയ ആളുകളായി നമ്മൾ മാറും എന്നുള്ളതല്ല അതിലത്തെ വിഷയം, അത് നമ്മൾ ചിന്തിച്ചു. കർത്താവിന്റെ കൽപ്പന, അതായത് സഭയോടുള്ള ബന്ധത്തിൽ പുതിയ നിയമ ദൈവിക പദ്ധതി കർത്താവിന്റെ ഉൽപ്രാപണത്തിന് ശേഷം സഭ മുഖാന്തരമാണ് ഭൂമിയിൽ നടപ്പാക്കുന്നത്. അതിലെ പങ്കാളിത്തമാണ് കർത്താവ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ള വിഷയം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചു. നാലാമതായിട്ട് അതിന്റെ 21 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതിൽ ജസ്റ്റ് ഒന്ന് സ്പർശിച്ചങ്ങ് കടന്നുപോയി. അതിന്റെ 21 തൊട്ട് 24 വരെയുള്ള വാക്യങ്ങളിൽ ഓരോ വാക്കുകളും നമ്മൾ വായിക്കുമ്പോൾ അതിനകത്ത് ചില വാക്കുകൾക്ക് ഊന്നൽ കൊടുത്ത് നമ്മൾ ആ വിഷയങ്ങൾ ദൈവാത്മാവ് നൽകുന്നു. അത് അതുപോലെ ഉൾക്കൊണ്ട് മുമ്പോട്ട് പോകുമ്പോഴാണ് നമ്മൾക്ക് ആ പഠനം അർത്ഥവത്താകുന്നത്. ഇവിടെ നാലാമതായിട്ട് പ്രതിസന്ധികളുടെ മുമ്പാകെ വിശ്വാസികൾക്ക് ആശ്വസിക്കുവാനായിട്ട്, കലങ്ങാതിരിക്കുവാനായിട്ട് നമ്മളെ ബലപ്പെടുത്തുന്ന 4-ാമത്തെ ഘടകം എന്ന് പറയുന്നത് കർത്താവ് തന്നെ വിശ്വാസികൾക്ക് വെളിപ്പെടുത്തുന്നു. അല്ലെങ്കിൽ നമ്മൾ കർത്താവിനെ മനസ്സിലാക്കുന്നത് കൊണ്ട്, കൂടുതലായിട്ട് ഉപരിയായിട്ട് അടുത്തറിയുന്നത് കൊണ്ട് നമുക്ക് കലക്കമില്ലാതെ അല്ലെങ്കിൽ ട്രബിൾസ് ഇല്ലാതെ, ഞരങ്ങിപ്പോകാതെ, പ്രതിസന്ധികളുടെ മധ്യത്തിൽ സന്തോഷത്തോടെ കർത്താവിനെ പിൻപറ്റുവാൻ, ആശ്വസിക്കുവാൻ കഴിയുമെന്നുള്ളതാണ് അതിലെ ആശയം. നമ്മൾ അതിൻ്റെ 21-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്ന വിഷയം വെളിപ്പെടുത്തും എന്നുള്ള വാക്ക് 21-ാം വാക്യത്തിന്റെ 2-ാം ഭാഗമാണ്. ആ വെളിപ്പെടുത്തുന്നതിന് ഒരു കണ്ടീഷൻ ദൈവം വെച്ചിട്ടുണ്ട്. അതാണ് ഇതിനകത്തെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന വിഷയം. നമ്മൾ ഓരോ ക്ലാസ്സിലും ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് പ്രായോഗിക തലത്തിൽ ഉൾക്കൊള്ളുവാൻ എന്ത് നിർദ്ദേശമാണ് നൽകുന്നത് എന്നുള്ളതാണ് നമ്മൾ പ്രത്യേകമായിട്ട് ചിന്തിക്കുന്നത്. അതാണ് ചിന്തിക്കേണ്ടത് ആവശ്യമായിരിക്കുന്ന വിഷയവും. കാരണം പ്രത്യാശയും വാഗ്ദത്തവും ഒക്കെ ദൈവം തൻ്റെ സൈഡിൽ, കർത്താവ് തൻ്റെ സൈഡിൽ നിന്ന് നമുക്ക് തരുന്ന വിഷയങ്ങളാണ്. എന്നാൽ നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ അത് വ്യക്തമായി മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾക്ക് ആ കർത്താവിന്റെ പദ്ധതിയിലേക്ക് അല്ലെങ്കിൽ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിക്കത്തുള്ളൂ. 21-ാം വാക്യത്തിന്റെ 2-ാം ഭാഗത്ത് ഞാനും അവനെ സ്നേഹിച്ച് അവന് എന്നെ തന്നെ വെളിപ്പെടുത്തും. ആർക്കാണ് വെളിപ്പെടുത്തുന്നത്? അതിന്റെ ആദ്യ ഭാഗമാണ് അതിന്റെ ഉത്തരം. എന്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നവൻ. അപ്പോൾ അവിടെ ലഭിച്ചു പ്രമാണിക്കുന്നവൻ നമ്മൾ ഒരുമിച്ച് അങ്ങ് വായിച്ചു പോകുമ്പോൾ അതിന്റെ ആശയം നമുക്ക് മനസ്സിലാകത്തില്ല. ആ ലഭിച്ചു കഴിഞ്ഞൊന്ന് നിർത്തിയിട്ട് മുന്നോട്ട് പോകണം. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ കൽപ്പനകൾ യഥാവിധി ലഭിച്ചിരിക്കുന്നത് നമുക്കറിയാം. പഴയ നിയമകാലത്ത് യഹൂദന്മാർക്കാണ്, പുതിയ നിയമകാലത്ത് സഭയ്ക്കാണ്, അല്ലെങ്കിൽ രക്ഷിത ഗണത്തിനാണ്. എന്നാൽ ഈ പ്രമാണത്തെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ ഇവിടെ കർത്താവ് പറഞ്ഞ വിഷയം, കർത്താവ് 3.5 വർഷക്കാലം ഇവരുടെ കൂടെ, ശിഷ്യന്മാരുടെ കൂടെ ഇരുന്ന് അവർക്ക് പറഞ്ഞു കൊടുത്ത അനേക വിഷയങ്ങളുണ്ട്. അവിടെ അവർക്ക് ലഭിച്ചിരിക്കുന്ന
പ്രിവിലേജ് ആണ് ഈ കൽപ്പന ലഭിക്കുക എന്നുള്ളത്. യഹൂദന്മാരെ സംബന്ധിച്ച് റോമാലേഖനം 9-ാം അധ്യായത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്, യഹൂദന്മാർക്ക് എന്ത് പ്രത്യേകതയുണ്ട്, ദൈവത്തിന്റെ അരുളപ്പാടുകൾ അവർക്ക് ലഭിച്ചു എന്നുള്ളതാണ് അവർക്കുള്ള പ്രധാന പ്രത്യേകത. വാഗ്ദത്ത പ്രകാരം ക്രിസ്തു അവരിലേക്ക് വന്നു, ഈ വിഷയങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. എന്നാൽ ഈ കൽപ്പന ലഭിച്ചു എന്നതിന്റെ ആശയം നമുക്ക് മനസ്സിലാകാൻ യെശയ്യാ പ്രവചനം 5-ാം അധ്യായം അതിന്റെ 20-ാം വാക്യം, യെശയ്യാ പ്രവചനം 5-ാം അധ്യായം അതിന്റെ 20-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: തിന്മയ്ക്ക് നന്മ എന്നും നന്മയ്ക്ക് തിന്മ എന്നും പേർ പറയുകയും ഇരുട്ടിനെ വെളിച്ചവും വെളിച്ചത്തെ ഇരുട്ടും ആക്കുകയും കയ്പിനെ മധുരവും മധുരത്തെ കയ്പും ആക്കുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം. ഇത് ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിൽ പ്രവാചക ശബ്ദമാണ്. എന്നാൽ അതിനകത്തു നിന്ന് നമുക്ക് ലഭിക്കുന്ന ആശയം എന്ന് പറയുന്നത്, നമ്മൾ നന്മ എന്ന് വിളിക്കുന്നത് പലപ്പോഴും തിന്മയെയാണ്. നന്മയ്ക്ക് തിന്മ എന്നും തിന്മയ്ക്ക് നന്മ എന്നും പറയുന്നു. ഇരുട്ടിനെ വെളിച്ചവും വെളിച്ചത്തെ ഇരുട്ടുമായി മനസ്സിലാക്കുന്നു. അപ്പോൾ അതിന്റെ ആശയം എന്ന് പറയുന്നത്, ദൈവവചനത്തിന്റെ ശരിയായ ആശയം അല്ലെങ്കിൽ അതിന്റെ അന്തസത്ത മനസ്സിലാക്കുവാൻ കഴിയാതെ വരുമ്പോൾ തെറ്റിനെ ശരിയായി മനസ്സിലാക്കുകയും ശരിയെ തെറ്റായി മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാതെ വരും. ഏറ്റവും ലളിതമായ ഭാഷയിൽ പറയുമ്പോൾ നമുക്ക് വ്യക്തമായ ഒരു ഗ്രാഹ്യം ആ വിഷയത്തിൽ ഇല്ലാതെ വരും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ കർത്താവ് പറയുന്ന വിഷയം, എന്റെ കൽപ്പന ലഭിച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ദൈവഹിതപ്രകാരമാണോ അല്ലയോ എന്ന് നമുക്ക് മനസ്സിലാകുന്നത്, അല്ലെങ്കിൽ ദൈവവചനാനുസരണമാണോ അല്ലയോ എന്ന് നമുക്ക് മനസ്സിലാകുന്നത് കൽപ്പന ലഭിച്ചു കഴിയുമ്പോഴാണ്. അപ്പോൾ കൽപ്പന ലഭിച്ചവരെന്നുള്ള നിലയിൽ നമ്മുടെ ഉത്തരവാദിത്വം അതിനെ പ്രമാണിക്കുക എന്നുള്ളത്. ഇവിടെ നമ്മൾ വായിക്കുന്നത് അങ്ങനെയാണ്, കൽപ്പന ലഭിച്ചു, നമ്മൾ കൽപ്പന ലഭിച്ചവരാണ്, ദൈവത്തിന്റെ വചനം ലഭിച്ചവരാണ് നമ്മൾ, പ്രത്യേകിച്ച് രക്ഷിത ഗണം. ഇവിടെ ശിഷ്യന്മാരോടുള്ള ബന്ധത്തിലാണ്, അതായത് 11 ശിഷ്യന്മാരോടാണ് കർത്താവ് ഈ വാക്ക് പറയുന്നത്. പശ്ചാത്തലം അതാണ്. അപ്പൊ ഇസ്കറിയോത്ത് യൂദ കർത്താവിന് വിട്ടുപോയി കഴിഞ്ഞ് ഇവരുടെ മനസ്സാകപ്പെടെ ചഞ്ചലപ്പെട്ടിരിക്കുകയാണ്. അതിന് മുമ്പുള്ള സന്ദർഭങ്ങളൊക്കെ നമ്മൾ വായിച്ചു. എന്നാൽ ഇവിടെ കർത്താവ് ഇവരോട് പറഞ്ഞു വരുമ്പോൾ, ഈ കൽപ്പന ലഭിക്കുന്നതും അല്ലെങ്കിൽ പ്രാപിക്കുന്നതും കർത്താവ് തന്നിട്ടുണ്ട്, അത് റിസീവ് ചെയ്യണം പ്രോപ്പറായിട്ട്. ഇപ്പൊ യൂദയ്ക്ക് പറ്റിയ വിഷയം, ഈ 3.5 വർഷക്കാലം കർത്താവ് പറഞ്ഞ ഉപദേശമൊക്കെ യൂദയ്ക്കും ലഭിച്ചതാണ്. എന്നാൽ ഇസ്കറിയാത്ത യൂദ ഒരിക്കലും അത് റിസീവ് ചെയ്തില്ല. റിസീവ് ചെയ്യാത്തത് കൊണ്ട് ഫോളോ ചെയ്യാനായിട്ടും പറ്റിയിട്ടില്ല. അപ്പോൾ ഇവിടെ കർത്താവ് കൃത്യമായിട്ട് പറയുകയാണ്, എന്റെ കൽപ്പനകൾ ലഭിച്ചു, അത് ഞാൻ നിങ്ങൾക്ക് കൽപ്പനകൾ തന്നു, ഇനി അത് റിസീവ് ചെയ്ത് പ്രാക്ടിക്കൽ ലൈഫിലേക്ക് കൊണ്ടുവരിക. പ്രവർത്തിക്കുന്നവൻ അല്ലെ പ്രമാണിക്കുന്നവൻ. അപ്പോൾ ദൈവകൽപ്പന പ്രമാണിക്കുന്നവർക്ക് ലഭിക്കുന്ന ഒരു പദവിയായിട്ടാണ് ഈ അനുഗ്രഹത്തെ, അതായത് കർത്താവ് തന്നെ വെളിപ്പെടുത്തും എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വിഷയം, അതായത് കൽപ്പന അനുസരിക്കുവാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്ന 1-2 ഘടകങ്ങളുണ്ട്. അത് ഈ വചനത്തിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ ഈ ഒരു വാക്യത്തെ കീറി മുറിച്ചൊന്ന് പഠിച്ചു വരുമ്പോൾ അതിന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ലഭിക്കാവുന്ന ആത്മീയ ഗുണപാഠങ്ങൾ, ഇത് കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്ത് സഹോദരിമാർക്കും ഒക്കെ ശുശ്രൂഷയ്ക്കായിട്ട് പ്രബോധനത്തിനായിട്ട് ഉപയോഗിക്കാവുന്ന നിലയിലാണ് ഈ വിഷയങ്ങളെ മുന്നോട്ട് നമ്മൾ പഠിച്ചു പോകുന്നത്. അതുകൊണ്ടാണ് ഇത്രയും വിശദമായിട്ട് ഈ കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അതിനെ പോയിന്റ് ബേസ് ആയിട്ട് പറയുവാനായിട്ടും ശ്രമിക്കുന്നത്. അപ്പോൾ ഇവിടെ ദൈവകൽപ്പന ലഭിച്ചു എന്നുള്ളതാണ് നമ്മൾക്കുള്ള പദവി അല്ലെങ്കിൽ ഭാഗ്യം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് കർത്താവിന്റെ പശ്ചാത്തലത്തോട് ബന്ധത്തിൽ, സന്ദർഭത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ കർത്താവിന്റെ ശിഷ്യന്മാരുടെ പ്രത്യേകത, ഇവര് ദൈവവചനം പ്രാപിച്ചു, കർത്താവിന്റെ മുഖത്തു നിന്ന് നേരിട്ട് പ്രാപിച്ചു. പത്രോസ് അപ്പോസ്തലൻ വിഷയം പറഞ്ഞിട്ടുള്ളത്, ഞങ്ങൾ ഊഹാപോഹം പറയുന്നവരല്ല, കർത്താവിന്റെ മഹത്വം നേരിട്ട് കണ്ട് കർത്താവിൽ നിന്ന് പ്രാപിച്ചവരാണ്. അപ്പോസ്തലൻ പൗലോസ് കർത്തൃമേശയുള്ള ബന്ധത്തിൽ പറയുമ്പോൾ, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തു തന്നത് എന്ന് പറയുന്നു. അപ്പോൾ അവർക്ക് ലഭിച്ച ദൈവിക അരുളപ്പാടിനെ കുറിച്ചുള്ള ബോധ്യം വളരെ ക്ലിയർ ആയിരുന്നു, വ്യക്തമായിരുന്നു. അതിനകത്ത് അവർ സ്ട്രോങ് ആയിരുന്നു. അതായത് ദൈവവചനം അവരുടെ കയ്യിൽ ലഭിച്ചത് ഒരു സാങ്കല്പികമായിട്ട് അല്ലെങ്കിൽ ഒരു നോവലായിട്ടോ ഒരു കഥയായിട്ടോ അല്ല, ദൈവത്തിന്റെ അരുളപ്പാടായിട്ട് അവർ സ്വീകരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അത് കൽപ്പന ലഭിച്ചു. അതിന്റെ ആ ലഭിച്ച കൽപ്പനയുടെ പ്രാധാന്യം മനസ്സിലാക്കുമ്പോഴാണ് അതനുസരിക്കുവാനായിട്ട് ഇടയാകുന്നത്. ഇനി നമ്മൾ ഇതിനെ ഒരു 3 സെക്ഷനായിട്ട് അങ്ങ് തിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ കൽപ്പന അനുസരിക്കാൻ ബാധ്യസ്ഥരാകുന്നത്? ഗലാത്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 20-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. ഗലാത്യ ലേഖനം 2-ാം അധ്യായം 20-ാം വാക്യം, അതിന്റെ 2-ാം ഭാഗത്ത് നമ്മൾ വരുമ്പോൾ, ഗലാത്യ ലേഖനം 2-ാം അധ്യായം
20-ാം വാക്യം. അവിടെ നമ്മൾ വായിക്കുന്നത് ഈ വാക്യം എല്ലാവർക്കും അറിയാം. ആദ്യത്തെ ഭാഗം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു എത്ര എന്നിൽ ജീവിക്കുന്നു. എന്നാൽ അതിന്റെ ഊന്നൽ എന്തുകൊണ്ടാണ് പൗലോസ് ആ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എന്നുള്ളതിന്റെ വിഷയം അടുത്ത സെക്ഷനാണ്. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്കിലുള്ള വിശ്വാസത്താൽ അത്രേ. അപ്പോൾ ഇവിടെ പൗലോസ് തന്റെ ജീവിതത്തെ കർത്താവിന് വേണ്ടി സമ്പൂർണമായി സമർപ്പിക്കുവാനായിട്ടുള്ള അടിസ്ഥാനം എന്ന് പറയുന്നത് പൗലോസിനോട് കർത്താവ് കാണിച്ച സ്നേഹത്തെക്കുറിച്ചുള്ള ബോധ്യം. അതാണ് താൻ പറയുന്നത്, എനിക്ക് വേണ്ടി എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രൻ. അപ്പോൾ കർത്താവ് നമ്മളെ സ്നേഹിച്ചു, എത്രത്തോളം സ്നേഹിച്ചു, എങ്ങനെ സ്നേഹിച്ചു, ആ സ്നേഹത്തിന്റെ ആഴം നമ്മൾ എത്രത്തോളം മനസ്സിലാക്കുന്നു, അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ അനുസരണം ഇരിക്കുന്നത് എന്നതാണ് ഒന്നാമത്തെ വിഷയം. അപ്പോൾ കൽപ്പന നമുക്ക് ഓൾറെഡി ലഭിച്ചിട്ടുണ്ട്. അത് എല്ലാവർക്കും തുല്യമായിട്ടാണ് ലഭിച്ചിരിക്കുന്നത്. ദൈവവചനം നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ തുല്യമായിട്ട് ലഭിച്ചു. എന്നാൽ ഈ കർത്താവിന്റെ സ്നേഹത്തെ വ്യക്തിപരമായി നാം എത്രത്തോളം ഉൾക്കൊണ്ടു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ദൈവകൽപ്പനയെ നമ്മൾ അനുസരിക്കുന്നത്. അതാണ് ഒന്നാമത്തെ ആശയം. രണ്ടാമതായിട്ട് നമ്മൾ 23-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, 14 യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 23-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കർത്താവ് അതിന്റെ അവസാന ഭാഗം ആദ്യം തൊട്ട് വായിക്കുമ്പോൾ വചനം അനുസരിക്കുന്നത് തന്നെയാണ് അവിടുത്തെ വിഷയം. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും, എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. വളരെ ലളിതമായിട്ട് ഈ വിഷയങ്ങൾ നമ്മൾ കാഷ്വലായിട്ട് അങ്ങ് വായിച്ചു പോകുമ്പോൾ നമുക്ക് കർത്താവ് നമ്മോട് വസിക്കുന്നു എന്നൊരു ആശയമേ കിട്ടത്തുള്ളൂ. എന്നാൽ ഇവിടെ കർത്താവ് ഈ 14-ാം അധ്യായത്തിൽ പറഞ്ഞു വരുന്ന വിഷയം, കർത്താവിനെ ശരിയായ നിലയിൽ മനസ്സിലാക്കണമെങ്കിൽ ലഭ്യമായ ദൈവിക വെളിപ്പാടിന്റെ, ലഭ്യമായ തിരുവെഴുത്തിന്റെ അടിസ്ഥാനത്തിൽ അനുസരണത്തിൽ ചേർന്ന് നിൽക്കുമ്പോഴാണ് കർത്താവിനെ ശരിയായ നിലയിൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇവിടെ നമ്മൾ ആദ്യം കേട്ട ദൈവം നമ്മളോട് കാണിച്ച സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ദൈവം എന്നെ സ്നേഹിച്ചു എന്നുള്ള ബോധ്യമാണ് കർത്താവിന്റെ കൽപ്പന അനുസരിക്കുവാനായിട്ട് എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. അതാണ് ഒന്നാമത്തെ വിഷയം. രണ്ടാമത്, കർത്താവ് നമ്മോട് കൂടെ വസിക്കുന്നു എന്നുള്ള ബോധ്യം, എന്നുള്ള തിരിച്ചറിവ്. നമ്മൾ അതിന്റെ അവസാന ഭാഗത്ത് വായിച്ചത് പിതാവും പുത്രനും ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോട് കൂടെ വാസം ചെയ്യും. 1 കൊരിന്ത്യർ 1-ാം അധ്യായം 9-ാം വാക്യത്തിൽ വരുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനോടുള്ള കൂട്ടായ്മയിലേക്ക് നമ്മളെ വിളിച്ചിരിക്കുന്നു. നമ്മൾ വായിക്കുന്നുണ്ട്, കൂട്ടായ്മ എന്നത് ജസ്റ്റ് ഫെലോഷിപ്പ് എന്നുള്ള ആശയമല്ല, കൂടെ വസിക്കുക എന്നുള്ള ആശയമാണ് അതിന്റെ ശരിയായ ആശയം. അപ്പോൾ ഇവിടെ കർത്താവ് നമ്മളോട് കൂടെ വസിക്കുന്നു എന്നുള്ളതിനാൽ കർത്താവിന്റെ കൽപ്പന അനുസരിക്കുവാനായിട്ട് നമ്മൾ ബാധ്യസ്ഥരാകുന്നു, അല്ലെങ്കിൽ നമ്മളെ അതിനുവേണ്ടി മോട്ടിവേറ്റ് ചെയ്യുന്നു. അത് വ്യക്തിപരമാണ്. നമ്മൾ ഓരോരുത്തരും ദൈവവചനം ലഭിച്ചു. ദൈവവചനം ലഭിച്ചിരിക്കുന്നത് ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുമ്പോൾ കാനോനിക ഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ തിരുവെഴുത്ത്, ദൈവശാസ്ത്രീയമായ തിരുവെഴുത്ത് ലഭിച്ചിരിക്കുന്നത് എല്ലാവർക്കും തുല്യ അളവിലാണ്. വേർപെട്ട ദൈവമക്കളെ നമ്മൾ 66 പുസ്തകങ്ങളെ കാനോനിക ഗ്രന്ഥങ്ങളായി സ്വീകരിച്ച് ആ തിരുവെഴുത്തിനെ, സമ്പൂർണ്ണ തിരുവെഴുത്തിനെ നമ്മൾ ഉൾക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാവരുടെയും കയ്യിൽ ഇത് ഒരേ അളവിൽ ഇരിക്കുക ഈ 66 പുസ്തകം. എന്നാൽ വ്യക്തിപരമായിട്ട് ഓരോ വിശ്വാസിയും പ്രമാണിക്കുന്നത് ഡിഫറെന്റ് ആണ്. അതിൽ ഏറ്റക്കുറച്ചിലുകൾ വരുന്നു. അതിന് കാരണം ഈ കൽപ്പന നമ്മുടെ കയ്യിൽ ഇരിക്കുമ്പോൾ കർത്താവിനോടുള്ള ബന്ധത്തിൽ നമ്മുടെ ബോധ്യങ്ങളാണ് അതിലേക്ക് നമ്മളെ നയിക്കുന്നത്. അപ്പൊ ദൈവ സ്നേഹത്തെക്കുറിച്ചുള്ള ബോധ്യം, പിന്നെ കർത്താവ് നമ്മുടെ കൂടെ വസിക്കുന്നു എന്നുള്ള ബോധ്യം. അതിന്റെ 31-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ 14-ാം അധ്യായം 31-ാം വാക്യം, ഞാൻ പിതാവിനെ സ്നേഹിക്കുന്നു എന്നും പിതാവ് എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ ചെയ്യുന്നു എന്നും ലോകം അറിയട്ടെ. അതിന്റെ രത്ന ചുരുക്കം എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ വായിക്കുമ്പോൾ ലോകത്തെ അറിയിക്കാനാണെന്നുള്ള ആശയം നമുക്ക് കിട്ടുന്നത്. എന്നാൽ ഇവിടെ കർത്താവ് പറയുന്നത് ഏറ്റവും ലളിതമായ ഭാഷ്യം എന്ന് പറയുന്നത് കർത്താവ് കാണിച്ച മാതൃക പിന്തുടരുവാൻ നമുക്കുള്ള കമ്മിറ്റ്മെന്റ്. അപ്പൊ കർത്താവ് പിതാവിന്റെ കൽപ്പന എങ്ങനെ അനുസരിച്ചോ അതുപോലെ കർത്താവിന്റെ കൽപ്പന അനുസരിക്കുവാനായിട്ട് നാം ബാധ്യസ്ഥരാണ്. അല്ലെങ്കിൽ കർത്താവിന്റെ, അതായത് ലോകത്തിനു മുമ്പിൽ കർത്താവ് ക്രൂശിക്കപ്പെടുവാനായിട്ട് പോകുമ്പോൾ പിതാവായ ദൈവത്തിന്റെ ഇഷ്ടം എങ്ങനെയാണോ കർത്താവ് നിറവേറ്റിയതെന്ന് ലോകത്തിന് വെളിപ്പെടുന്നു, അതുപോലെ നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ ദൈവവചനത്തെ കർത്താവ് പിതാവിനെ അനുസരിച്ചതുപോലെ ഒരു സമ്പൂർണ്ണ അനുസരണത്തിലേക്ക്, അല്ലെങ്കിൽ ആ മാതൃക പിന്തുടരുന്ന അനുഭവത്തിലേക്ക് വരണം എന്നതാണ് ദൈവത്തിന്റെ ആത്മാവ്, അല്ലെങ്കിൽ കർത്താവ് ഇവിടെ ഉദ്ദേശിക്കുന്നതായിരിക്കുന്ന വിഷയം. ഇനി ഈ കൽപ്പന അനുസരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു കാര്യമാണ്
21 വാക്യത്തിലേക്ക് നമ്മൾ മടങ്ങി വരുന്നു. നമ്മൾ 21 വാക്യത്തിൽ വരുമ്പോൾ എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവ് സ്നേഹിക്കുന്നു. എന്നെ സ്നേഹിക്കുന്നവൻ ആരാണ്? എൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ ദൈവവചനം ജീവിതത്തിൽ അനുസരിക്കുന്നവനാണ് ദൈവത്തെ സ്നേഹിക്കുന്നത്. ഏറ്റവും ലളിതമായിട്ട് നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ അത് വെളിപ്പെടുന്നത് നാം ദൈവവചനം അനുസരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. എത്രത്തോളം ആത്മാർത്ഥമായി നാം ദൈവവചനം അനുസരിക്കുന്നു, ആ അനുസരണത്തിന്റെ അടിസ്ഥാനത്തിൽ കർത്താവ് നാം എത്രത്തോളം കർത്താവിനെ സ്നേഹിക്കുന്നു എന്ന് ദൈവത്തിന് വ്യക്തമാകുന്നു, ലോകത്തിനും വ്യക്തമാകുന്നു, നമ്മുടെ സഹവിശ്വാസികൾക്കും വ്യക്തമാകുന്നു. എന്നാൽ അവിടെ അതിന് റിസൾട്ടായിട്ട് ഈ അനുസരണത്തിന്റെ 3 ഫലങ്ങളാണ് ഈ വേദഭാഗത്ത് പറയുന്നത്. ഒന്ന്, കർത്താവിന്റെ കൽപ്പന അനുസരിക്കുന്നവനെ കർത്താവ് സ്നേഹിക്കുന്നു, അവനെ പിതാവും സ്നേഹിക്കുന്നു. അപ്പൊ നമ്മൾ ഒരു പോയിന്റ് ആയിട്ട് അത് പറയുമ്പോൾ പിതാവിനാലും പുത്രനാലും സ്നേഹിക്കപ്പെടുന്ന ഒരനുഭവത്തിലേക്ക് ഈ കൽപ്പന അനുസരണം നമ്മളെ നയിക്കുന്നു. പിതാവിനാലും പുത്രനാലും സ്നേഹിക്കപ്പെടുന്ന ഒരനുഭവം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മളെ സ്നേഹിക്കുന്നുണ്ട്, അത് ശരിയാണ്. എന്നാൽ ദൈവവചനം അനുസരിക്കുന്ന ഒരു ശിഷ്യനോട്, ഒരു വിശ്വാസിയോടുള്ള ബന്ധത്തിൽ ദൈവസ്നേഹം ഉപരിയായിട്ട് വർദ്ധിച്ചു വരുന്നു, പെരുകി വരുന്നു, അല്ലെങ്കിൽ തികവിന്റെ അനുഭവത്തിലേക്ക് വരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. രണ്ടാമത്തെ വിഷയമാണ് നമ്മൾ ആദ്യം ചിന്തിച്ചത്, കർത്താവ് തന്നെ വെളിപ്പെടുത്തുന്നു. 21 വാക്യത്തിന്റെ അവസാന ഭാഗം, എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവ് സ്നേഹിക്കുന്നു, ഞാനും അവനെ സ്നേഹിച്ച് അവന് എന്നെ തന്നെ വെളിപ്പെടുത്തും. അപ്പൊ നമ്മളെ കർത്താവിനെ എത്രത്തോളം മനസ്സിലാക്കുന്നു? കൊരിന്ത്യർ ലേഖനം 1 Corinthians 2 അവസാന വാക്യത്തിൽ വരുമ്പോൾ നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ അതിന്റെ വിശദീകരണം അതിന് മേലുള്ള വാക്യങ്ങളെ പറയുന്നുണ്ട്. ദൈവാത്മാവ് നടത്തുന്നവർക്കാണ് ദൈവത്തിന്റെ ആലോചന അല്ലെങ്കിൽ ദൈവവചനം മനസ്സിലാക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ക്രിസ്തുവിന്റെ മനസ്സുണ്ട്. അപ്പോൾ ആ വാക്യത്തെ നമ്മൾ ഇവിടെ ലിങ്ക് ചെയ്യുമ്പോൾ, കണക്ട് ചെയ്യുമ്പോൾ, കർത്താവിന്റെ കൽപ്പന അനുസരിക്കുന്ന ഒരു വ്യക്തിക്കാണ് കർത്താവിനെ കൂടുതലായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ എൻ്റെ കർത്താവിന്റെ മനസ്സ് ആരാഞ്ഞറിയുന്നവൻ ആരെന്നാണ് അവിടുത്തെ ചോദ്യം. അപ്പൊ അതിനുള്ള ഉത്തരം ഇവിടെയാണ് കിടക്കുന്നത്. കർത്താവിൽ നിന്ന് ലഭിക്കുന്ന കൽപ്പനകൾ അത് പ്രോഗ്രസീവായിട്ട് പടിപടിയായിട്ട് ലഭിക്കുമ്പോൾ, രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിന് എല്ലാ കൽപ്പനയും കൂടെ ഒറ്റ നിമിഷം അല്ല കിട്ടുന്നത്. ദൈവത്തിന്റെ വചനം വെളിപ്പെട്ട് കിട്ടിയതുപോലെ ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം എന്ന് പറയുന്നത് പോലെ പ്രോഗ്രസീവായിട്ട് പടിപടിയായിട്ട് നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് അനുസൃതമായിട്ടാണ് കൽപ്പനകൾ നമുക്ക് വെളിപ്പെട്ട് വരുന്നത്. ഈ കൽപ്പന വെളിപ്പെട്ട് വരുമ്പോൾ ആ കൽപ്പനയെ നമ്മൾ അനുസരിക്കുവാൻ നമുക്കുള്ള സമർപ്പണത്തെ ആശ്രയിച്ചാണ് കർത്താവിനെ കുറിച്ചുള്ള വെളിപ്പാട്, അല്ലെ കർത്താവിനെ കുറിച്ചുള്ള കൂടുതൽ പരിജ്ഞാനം, അറിവ് നമുക്ക് ലഭിക്കുന്നത്. അപ്പൊ കൽപ്പന അനുസരിക്കുന്നതിന്റെ രണ്ടാമത്തെ ഗുണം അല്ലെങ്കിൽ ഫലം എന്ന് പറയുന്നത് കർത്താവിനെ വ്യക്തമായി മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് ഇടയാകുന്നു എന്നുള്ളതാണ്. 23 വാക്യത്തിൽ വരുമ്പോൾ നമ്മൾ ഓൾറെഡി ആ വാക്യം വായിച്ചതാണ്. പിതാവും പുത്രനും കൂടെ നമ്മളോട് കൂടെ വസിക്കുന്നു, ദൈവിക കൂട്ടായ്മ അനുഭവിക്കുവാനായിട്ട് ഇടയാകുന്നു. വിശ്വാസ ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കലങ്ങിപ്പോകുവാനായിട്ടുള്ള കാരണം അതാണല്ലോ നമ്മുടെ പ്രധാന തീം. കലങ്ങിപ്പോകുവാനായിട്ട്, പിന്മാറിപ്പോകുവാനായിട്ട്, ഞരങ്ങിപ്പോകുവാനായിട്ട്, വിഷമ ഘട്ടത്തിലാകുവാനായിട്ട് ഇടയാകുന്നതിന് കാരണം അനുസരണം നമ്മളിൽ കുറഞ്ഞു വരുമ്പോൾ, വചനത്തോടുള്ള അനുസരണം നമ്മളിൽ കുറഞ്ഞു വരുമ്പോൾ കർത്താവിനെ കുറിച്ചുള്ള ബോധ്യം നമുക്ക് നഷ്ടപ്പെടുന്നു, കർത്താവിനെ കുറിച്ചുള്ള അറിവ് നമുക്ക് നഷ്ടപ്പെടുന്നു. അതോടൊപ്പം തന്നെ കർത്താവിന്റെ കൂട്ടായ്മ നമുക്ക് അനുഭവിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടാകുന്നു. നമ്മൾ ഈ കൂട്ടായ്മ നഷ്ടപ്പെടുന്ന അനുഭവമൊക്കെ ചിന്തിക്കണമെങ്കിൽ ഏദൻ തോട്ടത്തിലോട്ട് പോയാൽ മതി. ആദാമും ഹവ്വയും ഒക്കെ ദൈവത്തോടുള്ള സംസർഗത്തിലും കൂട്ടായ്മയിലും ജീവിച്ചു. ലംഘനം നടന്നു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ഭയമുണ്ടായി, ഒറ്റപ്പെടലുണ്ടായി, ദൈവസന്നിധിയിൽ നിന്ന് ഒളിച്ചോടുവാനുള്ള മനസ്സുണ്ടായി. ഇതെല്ലാം അവിടെ സംഭവിച്ചു. അതിന് കാരണം ലംഘനമായിരുന്നു. ഇവിടെ നമ്മൾ പശ്ചാത്തലത്തിൽ പഠിക്കുമ്പോൾ അനുസരിക്കുവാൻ ലഭ്യമായിരിക്കുന്ന ദൈവിക കൽപ്പനയെ അനുസരിക്കുവാൻ നമുക്കുണ്ടാകുന്ന തടസ്സങ്ങൾ അല്ലെങ്കിൽ വൈമനസ്യങ്ങൾ മുഖാന്തരം നമുക്ക് കർത്താവിനെ കൂടുതലായിട്ട് മനസ്സിലാക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടാകും. അപ്പോൾ നാലാമത്തെ, അതായത് നമ്മൾ കലങ്ങിപ്പോകാതിരിക്കുവാനായിട്ട് നാലാമതായിട്ടുള്ള വിഷയം, കർത്താവ് നമ്മൾ കൽപ്പന അനുസരിക്കുമ്പോൾ തന്നെ നമുക്ക് വെളിപ്പെടുത്തി തരുമെന്ന് പറഞ്ഞാൽ കർത്താവിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നത് നമുക്ക് ആശ്വാസത്തിന് ഒരു മുഖാന്തരമാകുമെന്നതാണ് അതിന്റെ ഏറ്റവും ലളിതമായിരിക്കുന്ന ഒരു ആശയം എന്ന് പറയുന്നത്. ഇനി 14 അധ്യായം അതിന്റെ 25 മുതൽ 31 വരെയുള്ള വാക്യങ്ങളാണ് അടുത്ത സെക്ഷൻ. അവിടെ കർത്താവ് പറയുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. അതാണ് കർത്താവ് അവിടെ പറയുന്ന പ്രധാനപ്പെട്ടതായിരിക്കുന്ന വിഷയം. കർത്താവ് നമുക്ക് തന്നിട്ട് പോകുന്നു. എന്താണ്?
തന്റെ സമാധാനം, അതിന്റെ പ്രത്യേകതയെക്കുറിച്ച് നമ്മൾ ദൈവസന്നിധിയിൽ സന്തോഷിക്കുവാനായിട്ടുള്ള ചില മുഖാന്തരങ്ങളെയാണ് ഈ വേദഭാഗത്ത് പ്രത്യേകമായിട്ട് വെളിപ്പെടുത്തുന്നത്. അത് നമുക്ക് പോയിന്റ് വൈസ് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിഷയം, കർത്താവോട് പറയുന്ന വിഷയം 28-ാം വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ കർത്താവ് പറയുന്നത്, ഞാൻ പോവുകയും നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരികയും ചെയ്യും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത് കേട്ടുവല്ലോ. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നതിനാൽ നിങ്ങൾ സന്തോഷിക്കുമായിരുന്നു. അപ്പോൾ ഇവിടെ കർത്താവ് പിതാവിന്റെ അടുക്കൽ പോകുന്നതിനാൽ ഇവർ സന്തോഷിക്കണം. ഇത് ഒന്നാമത്തെ നമ്മൾ ആശ്വസിക്കുവാനായിട്ടുള്ള ഒന്നാമത്തെ കാരണത്തിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു വിഷയമാണ്. ഇവിടെയും കർത്താവ് എടുത്ത് പറയുന്നതായിരിക്കുന്ന വിഷയം, പുത്രൻ പിതാവിന്റെ അടുക്കലേക്ക് പോകുന്നതിനാൽ ഇവർക്ക് ആശ്വസിക്കുവാൻ, സന്തോഷിക്കുവാൻ, ആശ്വാസം കണ്ടെത്തുവാൻ, കലങ്ങിപ്പോകാതിരിക്കുവാനായിട്ട് കഴിയും. അതിന് കാരണം ചില തിരിച്ചറിവുകളാണ്. എന്താണ് ഒന്നാമത്തെ തിരിച്ചറിവ്? 17-ാം അധ്യായം അതിന്റെ 5-ാം വാക്യത്തിൽ, യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം. അവിടെ നമ്മൾ വായിക്കുന്നത്, ഇപ്പോൾ പിതാവേ, ലോകം ഉണ്ടാകും മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ. അത് കർത്താവിന്റെ പ്രാർത്ഥനയാണ്. അതിന്റെ രത്നചുരുക്കം ഇത്രേ ഉള്ളൂ. കർത്താവ് ഭൂമിയിലേക്ക് ജഡാവതാരം എടുത്തു വന്നപ്പോൾ കർത്താവ് ദൈവിക മഹത്വം, ദൈവത്തോടുള്ള സമത്വം മാറ്റിവെച്ച്, അല്ലെങ്കിൽ അത് ഒഴിഞ്ഞു വെച്ചാണ് ഭൂമിയിലേക്ക് വന്നത്. അതിന്റെ വിശദീകരണം ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അതിന്റെ വിശദീകരണത്തിൽ നമ്മൾ ആരാധനയോടുള്ള ബന്ധത്തിലൊക്കെ കൂടുതൽ സമയം വായിക്കുന്ന വാക്യമാണ്. അപ്പോൾ ഇവിടെ ശിഷ്യന്മാരോട് പറയുന്ന, കർത്താവ് പറയുന്ന വിഷയം, ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നതിൽ നിങ്ങൾ സന്തോഷിക്കേണ്ടതാണ്. കാരണം ഞാൻ എൻ്റെ പൂർവകാല മഹത്വത്തിലേക്ക്, കർത്താവ് നിത്യമഹത്വമുള്ളവനാണ്. എന്നാൽ നമ്മൾ കർത്താവിന്റെ സ്ഥാനീയ ശുശ്രൂഷകളോടുള്ള ബന്ധത്തിലാണ് അതിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്ത് വ്യത്യാസപ്പെടുത്തി മനസ്സിലാക്കുന്നത്. കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ ദൈവിക മഹത്വം അല്ലെങ്കിൽ ദൈവിക പ്രതാപം ഒഴിഞ്ഞു വെച്ച, കർത്താവ് ദൈവത്വം വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ആ ദൈവിക തേജസ്സും ദൈവിക മഹത്വവും ഒഴിഞ്ഞു വെച്ചിട്ടാണ് കർത്താവ് ഭൂമിയിലേക്ക് ജഡരക്തങ്ങളോട് കൂടിയവനായിട്ട് വന്നത്. കർത്താവ് ഇവരോട് സംസാരിക്കുമ്പോഴും കർത്താവ് ജഡരക്തങ്ങളോട് കൂടിയവനായി തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെതായ താഴ്മ കർത്താവിന്റെ ശരീരത്തിൽ അപ്പോഴുണ്ട്. പാപമൊഴികെ തുല്യനായി സകലത്തിൽ നമുക്ക് തുല്യനായി നിൽക്കുന്ന കർത്താവ്. എന്നാൽ ഇവിടെ കർത്താവ് പറയുന്ന വിഷയം, ഞാൻ പിതാവിന്റെ അടുക്കലേക്ക്, എൻ്റെ പൂർവകാല മഹത്വത്തിലേക്ക്, ഞാൻ സ്വർഗത്തിൽ വാസ്തവമായി എങ്ങനെ ആയിരിക്കുന്നു ആ മഹത്വത്തിലേക്ക് ഞാൻ തിരികെ പോകുന്നത് കൊണ്ട് നിങ്ങൾ സന്തോഷിക്കണം. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത്, കർത്താവ് ഇവർക്ക് കൊടുക്കുന്ന ഒരു വാഗ്ദത്വമാണ്, പരിശുദ്ധാത്മാവിനെ ഇവർക്ക് കൊടുക്കുന്നു. അതിന്റെ 26-ാം വാക്യത്തിൽ വരുമ്പോൾ, അതിന് മുമ്പ് തന്നെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, കാര്യസ്ഥനെ തരുമെന്ന് അതിന്റെ 16-ാം വാക്യത്തിൽ പറഞ്ഞു. 26-ാം വാക്യത്തിൽ വരുമ്പോൾ കർത്താവ് പറയുന്ന വിഷയം, ഞാൻ പോകുന്നതിൽ നിങ്ങൾ സന്തോഷിക്കണം. അതിന് കാരണം എന്താ? ഞാൻ എൻ്റെ മഹത്വത്തിലേക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞാൽ, കർത്താവായ യേശു ക്രിസ്തു നിത്യ ദൈവമാണ് എന്നുള്ള തിരിച്ചറിവ് ശിഷ്യന്മാർക്ക് കഷ്ടതകളിൽ, പ്രതിസന്ധികളിൽ, ക്രിസ്ത്യ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന ഞെരുക്കങ്ങളിൽ ആശ്വസിക്കുവാൻ, സന്തോഷിക്കുവാനായിട്ട് മുഖാന്തരമായിരിക്കുന്ന ഒരു വിഷയമാണ്. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത്, ഈ കർത്താവ് അവിടെ പറഞ്ഞു വരുന്ന ഒരു വിഷയം, ഞാൻ മടങ്ങി വരുമെന്നാണ് കർത്താവ് അവിടെ പ്രത്യേകമായിട്ട് 28-ാം വാക്യത്തിൽ പറയുന്നത്. കർത്താവ് പോയിട്ട് മടങ്ങി വരും. ആദ്യ ഭാഗത്ത് വരുമ്പോൾ, ഞാൻ പോവുകയും നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരികയും ചെയ്യും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത് കേട്ടുവല്ലോ. അപ്പോൾ ഞാൻ പോകുന്നു, മടങ്ങി വരികയും ചെയ്യും. ഈ മടങ്ങി വരവിന് 3 ആശയങ്ങൾ നമുക്ക് ആ പശ്ചാത്തലത്തിൽ കാണാം. ഒന്ന് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആശയമാണ് കർത്താവിന്റെ ഉൽപ്രാവണത്തെ, ഉയർത്തെഴുന്നേൽപ്പിനെ അത് സൂചിപ്പിക്കുന്നു. കർത്താവിന്റെ പോക്കിന്, ഞാൻ പോവുകയാണെന്നുള്ള വിഷയത്തിലാണ് കർത്താവ് ഇപ്പോൾ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ വിടവാങ്ങൽ സന്ദേശമാണ്. അപ്പോൾ കർത്താവ് പോകുന്നത് ഇവർക്ക് ദുഃഖകരമാണെങ്കിലും കർത്താവ് പറയുന്നത്, ഞാൻ മടങ്ങി വരും. നമുക്കറിയാം, കർത്താവ് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായതിനു ശേഷമാണ് കർത്താവ് സ്വർഗാരോഹണം ചെയ്തത്. അപ്പോൾ ആ ആശയത്തിൽ കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ഇത് സൂചിപ്പിക്കാം. രണ്ടാമത്തെ വിഷയം, മടങ്ങി വരവ് എന്ന് പറയുന്നത് കർത്താവിന്റെ വീണ്ടും വരവാണ്. 14-ാം അധ്യായം 3-ാം വാക്യത്തിൽ നമ്മൾ ഓൾറെഡി ആ വാക്യം വായിച്ചാണ്. ഭവനം ഒരുക്കുവാനായിട്ട് പോകുന്നു, ഭവനം ഒരുക്കിയിട്ട് തിരികെ വരും. അത് കർത്താവിന്റെ രണ്ടാമത്തെ വരവാണ്. മൂന്നാമതായിട്ട് ആ മടങ്ങി വരവ് എന്നുള്ളത് പരിശുദ്ധാത്മാവിലൂടെ, അല്ലെ പരിശുദ്ധാത്മാവ് മുഖാന്തരം കർത്താവ് നമ്മിൽ വസിക്കുന്ന ആ ഒരു അനുഭവത്തെ സൂചിപ്പിക്കുന്നു എന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയും.
അപ്പോൾ ഇവിടെ 14 അധ്യായം 26 വാക്യത്തിൽ വരുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ആളത്വപരമായ ശുശ്രൂഷ നമ്മിൽ ഉള്ളത് കൊണ്ട് നമുക്ക് ആശ്വസിക്കാം. കർത്താവ് ശാരീരികമായി നമ്മളെ വിട്ട് പോയി എങ്കിലും ഭൂമിയിൽ കർത്താവിന്റെ സാന്നിധ്യം പരിശുദ്ധാത്മാവിനാൽ പരിശുദ്ധാത്മാവ് ആളത്വപരമായി നമ്മളിൽ വസിക്കുന്നത് കൊണ്ട് അവിടെ രണ്ട് പ്രധാന വാക്കുകൾ അവിടെ ഉണ്ട്. 26 വാക്യത്തില് ഒന്ന്, നിങ്ങളുടെ കൂടെ ഇരിക്കുവാനും ഉപദേശിച്ച് തരുവാനും. കൂടെ ഇരിക്കുക എന്നുള്ളത് 16 വാക്യമാണ്. 14 നമ്മൾ വായിക്കുന്നത് നിങ്ങളോട് കൂടെ എന്നേക്കും ഇരിക്കേണ്ടതിന്. എന്നേക്കും എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ വരവോളം എന്നുള്ള ആശയമാണ്. നിത്യതയിലും പരിശുദ്ധാത്മ നമ്മളോട് കൂടെ തന്നെ ആയിരിക്കും, അതിന് സംശയമൊന്നുമില്ല. എന്നാൽ നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ കർത്താവ് നമ്മളെ ചേർക്കുന്നത് വരെ നമ്മളെ നയിക്കുവാൻ, നമ്മളോട് കൂടെ ഇരിക്കുവാനായിട്ടുള്ള ആളത്വപരമായ ദൈവിക സാന്നിധ്യമാണ് ഇതെന്ന് പറയാം. എന്നാൽ അതേ സമയത്ത് തന്നെ പിതാവും പുത്രനും നമ്മളിൽ വസിക്കുന്നു എന്നത് ഈ കർത്താവ് തന്നെ ഈ അധ്യായത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മോട് കൂടെ ഇരിക്കുന്നതും നമ്മളെ ഉപദേശിക്കുന്നതും എന്താ? 26 വാക്യത്തിൽ പറയുന്ന വിഷയം, അവൻ നിങ്ങൾക്ക് സകലതും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതം, കർത്താവ് ഈ 3.5 വർഷക്കാലം ഇവരോട് കൂടെ ഇരുന്ന് ഉപദേശിച്ച് പഠിപ്പിച്ച കാര്യങ്ങൾ, അന്ന് നമുക്കറിയാം ഇതൊന്നും ഫോട്ടോ കോപ്പി എടുത്ത് വെക്കുവാനോ റെക്കോർഡ് ചെയ്ത് വെക്കുവാനോ ഒന്നുമുള്ള ഫെസിലിറ്റി അന്നില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് ഈ അപ്പോസ്തലന്മാരുടെ ഹൃദയത്തിൽ നമുക്ക് ഈ സുവിശേഷങ്ങൾ എഴുതപ്പെട്ട് കിട്ടിയത് ഈ പരിശുദ്ധാത്മാവ് ഇവർക്ക് നൽകിയ ഓർമ്മപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ്. അതിനെയാണ് നമ്മൾ ദൈവശ്വാസ്യത എന്ന് നമ്മൾ തിമോഥെയോസിന്റെ ലേഖനത്തിൽ വായിക്കുന്നത്. അപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ വിഷയങ്ങളെ തന്റെ ശിഷ്യന്മാർക്ക് ഓർമ്മപ്പെടുത്തി കൊടുത്തു. തന്നെയുമല്ല, മുന്നോട്ടുള്ള ജീവിതത്തിൽ എങ്ങനെയായിരിക്കണമെന്ന് ഉപദേശിച്ച് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഈ ഇൻസ്പിറേഷനും ഇല്ലൂമിനേഷനും ഇൻഡ്വെല്ലിങ്ങിന്റെ, അതായത് പരിശുദ്ധാത്മ അധിവാസം നമ്മളിൽ ഉള്ളത് കൊണ്ട് ഇൻസ്പിറേഷനും കൊണ്ടും ഇല്ലൂമിനേഷൻ കൊണ്ടും എഴുതപ്പെട്ട വചനത്തിന്മേലുള്ള പ്രകാശനവും വചനം ലഭ്യമാക്കുന്നതിനുള്ള ഇൻസ്പിറേഷനും, ഇത് രണ്ടും കൂടെ മുമ്പോട്ടുള്ള കാലയളവിൽ നടക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് ശിഷ്യന്മാർ കലങ്ങി പോകുവാനായിട്ട് ആവശ്യമില്ല. ഇനി കർത്താവ് തരുന്ന സമാധാനത്തെ കുറിച്ചാണ് നമ്മൾ അതിന്റെ 27 വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ വായിക്കുന്നത്. ആ 27 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഈ കർത്താവ് തരുന്ന സമാധാനത്തിന്റെ പ്രത്യേകത, അതിനും ചില ഫീച്ചേഴ്സ് അവിടെ പ്രത്യേകമായിട്ട് നമുക്ക് ദൈവത്തിന്റെ ആത്മാവ് രേഖപ്പെടുത്തി തരുന്നുണ്ട്. ഇവിടെ അതിന്റെ ഒന്നാമത്തെ പ്രത്യേകത, അത് ലോകം തരുന്ന സമാധാനം പോലെ അല്ല. അതാണ് കർത്താവ് 27 വാക്യത്തിൽ പ്രത്യേകമായിട്ട് പറയുന്നത്. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെ അല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഈ ലോകം തരുന്ന സമാധാനം താൽക്കാലികമാണ്, അത് ചില വസ്തുക്കളിൽ അധിഷ്ഠിതമാണ്, അല്ലെ ചില സംവിധാനങ്ങൾ അധിഷ്ഠിതമാണ്. എന്നാൽ ദൈവം തരുന്ന സമാധാനം അങ്ങനെയല്ല. ആ ദൈവം തരുന്ന സമാധാനത്തിന്റെ പ്രത്യേകത നമുക്ക് ദൈവവുമായിട്ടുള്ള ഹൃദ്യമായിരിക്കുന്ന ഒരു ബന്ധമാണ്, അല്ലെങ്കിൽ ദൈവസന്നിധിയിലേക്കുള്ള പ്രവേശനം. റോമാലേഖനം 5 അധ്യായം 1 വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യം, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട് എന്ന് നമ്മൾ മലയാളം ബൈബിളിൽ വായിക്കുന്നു. ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ വി ഹാവ് ആക്സസ് വിത്ത് ഗോഡ് എന്ന് വായിക്കും. ദൈവസന്നിധിയിലേക്ക് പ്രവേശനമുണ്ട് എന്ന് പറഞ്ഞാൽ ദൈവസന്നിധിയിൽ അടുത്തു നിൽക്കുവാൻ, ചേർന്ന് നിൽക്കുവാനായിട്ടുള്ള ഒരു സമാധാന ബന്ധം നമുക്ക് ലഭിക്കും. അതാണ് യേശു തരുന്ന സമാധാനത്തിന്റെ പ്രത്യേകത. ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ, ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുവാനായിട്ടുള്ള സമാധാനത്തിന്റെ ബന്ധം. 1 പത്രോസ് 4 അധ്യായത്തിൽ, അതിന്റെ 1 പത്രോസ് 4 അധ്യായം 19 വാക്യം, അവിടെ വരുമ്പോൾ കഷ്ടതകളിൽ അത് ദൈവഹിതമാണെന്ന് മനസ്സിലാക്കി ജീവിക്കാനായിട്ടുള്ള ഒരു കൃപ അത് ദൈവം തരുന്നു. നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകൾ ഉണ്ടാകുന്നത് അത് ദൈവേഷ്ടമാണ്, കഷ്ടം അനുഭവിക്കുന്നത് ദൈവേഷ്ടമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നെങ്കിൽ അത് സന്തോഷത്തോടെ സ്വീകരിപ്പിനെന്നാണ് ആ വാക്യത്തിന്റെ ആശയം. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം, ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകും, ഞരക്കങ്ങൾ ഉണ്ടാകും, ഒറ്റപ്പെടലുകൾ ഉണ്ടാകും, ഇതൊക്കെ ഉള്ളതാണ് ക്രിസ്തീയ ജീവിതം. എന്നാൽ കർത്താവ് പറയുന്ന വിഷയം, അവിടെ നിങ്ങൾ ഇങ്ങനെ കഷ്ടത അനുഭവിക്കണം, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ വിട്ടു പോകേണ്ടത് പിതാവിന്റെ അല്ലെങ്കിൽ ദൈവത്തിന്റെ ഇഷ്ടമാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് സമാധാനം തരുന്നു എന്നുള്ളതാണ്. മൂന്നാമത്തെ വിഷയം എഫേസ്യ ലേഖനം 2 അധ്യായം 14 വാക്യം. എഫേസ്യ ലേഖനം 2 അധ്യായം 14 വാക്യം. അവിടെ നമ്മൾ വായിക്കുന്നത്,
അവൻ നമ്മുടെ സമാധാനം, അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം തന്റെ ജഡത്താൽ നീക്കി വേർപാടിന് നടിച്ചുവർ ഇടിച്ചു കളഞ്ഞത് സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതുമനുഷ്യനായി സൃഷ്ടിപ്പാനും. ഇവിടുത്തെ പ്രധാന വിഷയം യഹൂദനും യവനനും എന്നുള്ള ആ വ്യത്യാസം, വേർതിരിവ് ഇല്ലാതാക്കി എന്നുള്ളതാണ്. എന്നാൽ അതിന്റെ ഒരു ആശയം എന്ന് പറയുന്നത് മറ്റുള്ളവരോട് സമാധാനമായിരിക്കുക, കൂട്ടുവിശ്വാസികളുമായിട്ടുള്ള സമാധാന ബന്ധം, ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ ക്രിസ്തുവിൽ ഒന്നാണ് എന്നുള്ള നിലയിലുള്ള ആത്മീക ബന്ധം. ഇത് ക്രിസ്തുവിലുള്ള സമാധാനത്തിന്റെ ഒരു പ്രത്യേക ബന്ധമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. റോമാലേഖനം 12:18 വരുമ്പോൾ നമ്മളവിടെ വായിക്കുന്നുണ്ട്, ആവോളം സകല മനുഷ്യരോടും സമാധാനമായിരിക്കും, പ്രശ്നം ഉണ്ടാക്കരുത്, ട്രബിൾ മേക്കേഴ്സ് ആയിരിക്കരുതെന്ന് അതിന്റെ ആശയം. നമ്മൾ പലപ്പോഴും ട്രബിൾ മേക്കേഴ്സ് ആയതിന് കാരണം അടിസ്ഥാനം ഇവിടെ തന്നെയാണ്. ദൈവത്തിന്റെ കൽപ്പന ലഭിച്ചുവെങ്കിലും കൽപ്പനയുടെ അനുസരണത്താൽ ദൈവത്തെ സ്നേഹിക്കുവാൻ നമുക്കുള്ള വൈമനസ്യ മുഖാന്തരം ട്രബിൾസ് അല്ലെങ്കിൽ സഹോദര വിശ്വാസികളുടെ ഇടയിൽ തന്നെ പ്രയാസങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് അതിന്റെ ആശയം. എന്നാൽ ദൈവം ഈ ഒരു വിഷയം കൊണ്ട്, കർത്താവിന്റെ സമാധാനം നമുക്ക് തന്നതുകൊണ്ട് നമുക്കുണ്ടായിരിക്കുന്ന 3 റിസൾട്ടുകൾ അതാണ്. ഒന്ന്, ദൈവത്തിലുള്ള ആശ്രയത്താലാണ് ഈ സമാധാനം ലഭിക്കുന്നത്. ഒന്നാമത്തെ വിഷയം അത് ദൈവത്തോടുള്ള ആക്സസ്, ദൈവസന്നിധിയിലേക്കുള്ള പ്രവേശനം, ദൈവവുമായിട്ടുള്ള സമാധാന ബന്ധമാണ്. 2, കഷ്ടത ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ, ഞെരുക്കങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ എന്നെക്കുറിച്ചുള്ള ദൈവത്തിന് ഇഷ്ടമാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്കതിൽ ആശ്വസിപ്പാൻ ഒരു മുഖാന്തരമായി തീരുന്നു. ഇയ്യോബിന്റെ ജീവിതത്തില്, ഇയ്യോബിന്റെ കഷ്ടതയിലൂടെ അനുഭവത്തിലൂടെ താൻ കടന്നുപോയെങ്കിലും ഇയ്യോബ് പറയുന്നുണ്ട്, എന്റെ ദേഹം ക്ഷയിച്ചു പോയാലും ഞാൻ കർത്താവിനെ കാണും, അവനിലെ പ്രത്യാശ നിന്ന് ഞാൻ മാറിപ്പോകത്തില്ല. അത് ആശ്രയത്തിന്റെ ആഴമാണ് അവിടെ വെളിപ്പെടുന്നത്. മൂന്നാമത്തെ വിഷയം, മറ്റുള്ളവരോട് സമാധാന ബന്ധത്തിലായിരിക്കാനായിട്ട് കർത്താവ് നൽകുന്ന സമാധാനം മുഖാന്തരമായി. അപ്പൊ സ്വയത്തിൽ ആശ്വസിക്കാൻ മാത്രമല്ല, മറ്റുള്ളവർക്ക് ഒരു ആശ്വാസമായിരിക്കാനും ഇടയായിത്തീരും എന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയും. ഇനി യേശുവിന്റെ സമാധാനം നമുക്ക് എങ്ങനെ പ്രാപിക്കാം? പ്രായോഗികമായിട്ട് നമുക്ക് കർത്താവ് ഈ സമാധാനം തന്നിട്ടുണ്ട്. ഇത് പ്രായോഗികമായിട്ട് എങ്ങനെയാണ് പ്രാപിക്കുന്നത്? ഗലാത്യ ലേഖനം 5-ാം അധ്യായം 16-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ഗലാത്യ ലേഖനം 5-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം, ആത്മാവിനെ അനുസരിച്ച് നടപ്പിന്, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല. അപ്പോൾ കർത്താവ് തന്നിരിക്കുന്ന സമാധാനം അത് നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ അപ്ലൈ ചെയ്യുന്നത്, ലഭ്യമാവുന്നത് പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോഴാണ്. ഇത് കർത്താവ് പറയുന്നത്, കർത്താവ് ഇവരെ വിട്ടുപിരിയുവാനായിട്ട് കർത്താവ് പോവുകയാണ്. അതുകൊണ്ട് ആ കർത്താവ് പറഞ്ഞത്, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നിച്ചു പോകുന്നു. ഈ സമാധാനം ഇനി തുടരുന്നത് ഇവരിൽ അധിവസിക്കുന്ന, അല്ലെ ഇവർക്ക് കാര്യസ്ഥനായിട്ട് കർത്താവ് ഫലമേൽപ്പിക്കുന്ന പരിശുദ്ധാത്മാവാം ദൈവത്തിലാണ്. അല്ലെ പരിശുദ്ധാത്മാവ് മുഖാന്തരമാണ് ഈ സമാധാനം ഈ ശിഷ്യന്മാരിൽ കണ്ടിന്യൂ ചെയ്യുന്നത്. അതുകൊണ്ട് പുതിയ നിയമ വിശ്വാസികളായിരിക്കുന്ന നമുക്ക് നൽകിയിരിക്കുന്ന കൽപ്പന എന്ന് പറയുന്നത്, ദൈവിക സമാധാനം നമ്മളിൽ നിലനിൽക്കുവാനായിട്ട് നമ്മൾ ആത്മാവിനെ അനുസരിച്ച് നടക്കണം. ആത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോൾ ആത്മാവിന്റെ ഫലങ്ങൾ നമ്മളിൽ നിന്ന് പുറപ്പെടുന്നു. 22-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ആദ്യത്തെ 3 കാര്യങ്ങൾ പ്രധാനപ്പെട്ട വിഷയമാണ്. നമ്മൾ വായിക്കുന്ന ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം. ആദ്യത്തെ 3 കാര്യങ്ങൾ ഈ 3 വിഷയങ്ങളാണ്. ഒന്ന്, കർത്താവിനോടുള്ള സ്നേഹം നമുക്ക് വർദ്ധിക്കുന്നു, പരസ്പരമുള്ള സ്നേഹം വർദ്ധിക്കുന്നു. സന്തോഷം, കർത്താവിൽ സന്തോഷിക്കുന്നു, ക്രിസ്ത്യ ജീവിതത്തിൽ സന്തോഷിക്കുവാനായിട്ട് ഇടയാകും. 3, സമാധാനം. എന്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു എന്ന് കർത്താവ് പറയുന്നത്, നമ്മൾ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് ജീവിക്കുമ്പോൾ, ഡിപ്പെൻഡ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ക്രിസ്തീയ ജീവിതം സന്തോഷവും സമാധാനവും ഉള്ളതായി, ദൈവസ്നേഹത്തെ അനുഭവിക്കുന്നതും വെളിപ്പെടുത്തുന്നതുമായ ഒന്നായിട്ട് തുടരുവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ദൈവവചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നത് മൂലമാണ് ഇത് സാധിക്കുന്നതെന്ന് സദൃശവാക്യം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവവചനം പഠിച്ച് മുഴുവൻ വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല, നമുക്കറിയാവുന്ന വാക്യങ്ങളാണ്. ജ്ഞാനത്തെക്കുറിച്ച്, യഹോഭക്തിയെക്കുറിച്ച് അവിടെ പറയുന്നു. അവിടെ ദൈവവചന പരിജ്ഞാനത്തിൽ ജീവിക്കുന്നതാണ് ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്നതിന്റെ ആശയം. ഇവിടെയും ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുക എന്ന് പറയുന്നത്, നമ്മൾ പരിശുദ്ധാത്മാവിനെ നമ്മളുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നമ്മൾ കാണുന്നില്ല. പരിശുദ്ധാത്മാവിനെ നമ്മൾ കാണുന്നതും അനുഭവിക്കുന്നതും തിരുവെഴുത്തിലൂടെയാണ്. അപ്പൊ കർത്താവ് ഈ ഭൂമിയിൽ നിന്ന് ആളത്വപരമായി മാറിക്കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർ കർത്താവിനെ ശാരീരികമായി കണ്ടു, കർത്താവിനോട് ഇടപെട്ടു. എന്നാൽ കർത്താവ് വിട്ടു കഴിയുമ്പോൾ അവർക്ക് ഈ കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്നത് കർത്താവ്
പഠിപ്പിച്ച വചനങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവിന്റെ അധിവാസത്താല. ഇതേ ആത്മാധിവാസം നമ്മുടെ ഹൃദയത്തിൽ ഉള്ളത് കൊണ്ട് ഇന്ന് നാം ദൈവവചനം പഠിക്കുമ്പോൾ, വായിക്കുമ്പോൾ, ഈ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ കർത്താവ് നമ്മളോട് സംസാരിക്കുന്ന ആ ഒരു ഫീലിംഗ്, ആ ഒരു വൈകാരിക ഭാവം, അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. കർത്താവ് പറഞ്ഞു, ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നിച്ചു പോകുകയാണ് എന്ന് പറയുമ്പോൾ കർത്താവ് പറയുന്നത് അത് നിങ്ങൾക്ക് അനുഭവിക്കണമെങ്കിൽ ദൈവവചനം അനുസരിച്ച് ജീവിക്കണം. രണ്ടാമത്തെ വിഷയം 14-ാം അധ്യായം അതിന്റെ 31-ാം വാക്യമാണ്. അതിന്റെ ദൈവഹിതത്തിന് വിധേയപ്പെടുക എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ പിതാവ്, ഇവിടെ നമുക്കറിയാം അതിന്റെ അവസാന ഭാഗം എഴുന്നേൽപ്പിൻ നാം പോക എന്ന് പറഞ്ഞാണ് ആദ്യം അവസാനിക്കുന്നത്. ഇവിടെ കർത്താവ് എഴുന്നേറ്റ് പോകുക, അവർ ആ വേദി വിട്ടു പോകുകയല്ല ചെയ്യുന്നത്. അവിടെ കർത്താവ് പറയുന്നത്, കർത്താവ് എഴുന്നേറ്റ് പോകുക എന്ന് പറഞ്ഞാൽ കർത്താവ് ആ ലക്ഷ്യത്തിലേക്ക് പോകുക. ഇനി 15, 16, 17 അധ്യായങ്ങളിലേക്ക് വരുമ്പോഴത്തേനും കർത്താവ് അവിടെ നിന്നുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത്. എന്നാൽ എഴുന്നേൽപ്പിൻ നാം പോക എന്നുള്ളത് കർത്താവ് തുടർന്ന് സംസാരിക്കുന്ന വിഷയങ്ങളിലേക്ക് വരുമ്പോൾ നമുക്കത് മനസ്സിലാകും. പിതാവ് പുത്രനെ കുറിച്ച് നിശ്ചയിച്ചിരിക്കുന്ന ആ ദൈവിക പദ്ധതിയിലേക്ക് ചേർന്ന് പോകുവാനായിട്ടുള്ള തന്റെ സമർപ്പണത്തെയാണ് അവിടെ വെളിപ്പെടുത്തുന്നത്. നമ്മൾ ഇന്നത്തെ ഭാഷയിൽ അത് പറയുമ്പോൾ ദൈവഹിതത്തിന് പൂർണ്ണമായി വിധേയപ്പെടുക എന്ന് നമുക്ക് ആ വിഷയത്തെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ ഈ ദൈവിക സമാധാനം നമുക്ക് ലഭിക്കണമെങ്കിൽ ഒന്നാമത് ആത്മാവിനെ അനുസരിച്ച് നടക്കണം, അല്ലെങ്കിൽ ദൈവവചനം അനുസരിക്കുവാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. രണ്ടാമതായിട്ട് ദൈവഹിതത്തിന് നമ്മൾ വിധേയപ്പെടണം. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 6-7 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ പ്രതിസന്ധികളെ നമ്മൾ പ്രാർത്ഥനയോടെ, നമുക്ക് ആ വാക്യം നോക്കാം. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 6-7 വാക്യങ്ങൾ. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 6-7. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിൽ കാക്കും. നമുക്ക് വളരെ പരിചിതമായിരിക്കുന്ന ഒരു വാക്യമാണ് ഈ വാക്യം. അവിടെ 2-ാം ഭാഗത്തെ 7-ാം വാക്യത്തിൽ വായിച്ചത്, ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ കാക്കും. എപ്പോൾ? സ്തോത്രത്തോടെ ആവശ്യങ്ങൾ കർത്താവിനോട് അറിയിച്ചു കഴിയുമ്പോൾ. അപ്പോൾ ദൈവിക സമാധാനം, കർത്താവ് പറയും ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്ന് പറയുമ്പോൾ ഈ 3 പോയിന്റ്സ്. ഒന്ന്, നമ്മുടെ ആവശ്യങ്ങൾ കർത്താവിൽ അങ്ങ് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ സകല ചിന്താകുലവും എന്റെ മേൽ ഇട്ടുകൊള്ളുവാൻ എന്ന് കർത്താവ് പറഞ്ഞു. അപ്പോൾ ആകുലങ്ങളെ, പ്രയാസങ്ങളെ, നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ കർത്താവിന്റെ മേൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആശ്വസിക്കുവാനായിട്ട് കഴിയും. അപ്പോൾ ഈ 3 വിഷയങ്ങളാണ് പ്രായോഗികമായിട്ട് ക്രിസ്തുവിന്റെ സമാധാനം നമ്മളിൽ വസിക്കുവാൻ സഹായിക്കുന്ന 3 ഘടകങ്ങൾ. ദൈവവചനം അനുസരിച്ച് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കുക. ദൈവഹിതമാണ് എൻ്റെ ജീവിതത്തിൽ ഈ കഷ്ടതകൾ വരുവാനായിട്ടുള്ള, ഇന്ന് ഞാൻ കടന്നു പോകുന്ന അനുഭവങ്ങളിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, ദൈവത്തിന് ഇഷ്ടമുണ്ട്. നമുക്കറിയാം കർത്താവ് ക്രൂശിലേക്കാണ് നടന്നു പോകുന്നത്. 17-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഗെത്സമന തോട്ടത്തിൽ കർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ അതിവേദനയിലായി പോകുന്ന ഒരു അനുഭവം നമ്മൾ കാണുന്നുണ്ട്. മനുഷ്യൻ എന്നുള്ള നിലയിൽ, പൂർണ്ണ മനുഷ്യൻ എന്നുള്ള നിലയിൽ ആ രംഗം, അതായത് ക്രൂശീകരണ രംഗത്തെ കർത്താവ് മുന്നിൽ കണ്ട് അതിവേദനയിലായി പോകുന്ന ഒരു സന്ദർഭം നമ്മൾ വായിക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ വരുന്നു. ഈ അതിവേദനയിലായി പോകുന്ന സന്ദർഭത്തിൽ കർത്താവ് പറയുന്ന ഒരു പ്രത്യേക പ്രേമുണ്ട്, എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെയാകട്ടെ. അതാണ് ദൈവഹിതത്തിന് വിധേയപ്പെടുക എന്നതിന്റെ ശരിയായ ആശയം. നമുക്കത് ടോളറേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, നമുക്കത് ഉൾക്കൊള്ളുവാൻ, അതിലൂടെ കടന്നു പോകുവാൻ നമുക്ക് പ്രയാസമാണ്. എങ്കിലും ആ പ്രയാസകരമായ അനുഭവത്തിലൂടെ നാം പോകേണ്ടത് ദൈവത്തിന്റെ ഇഷ്ടമാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ ആ പ്രയാസത്തിന്റെ അനുഭവത്തിലൂടെ സമാധാനത്തോടെ സഞ്ചരിക്കുവാനായിട്ട് കഴിയും. നമ്മൾ പറയുന്നത് ക്രൂശിനെ അവൻ അലക്ഷ്യമായി കണ്ടു, അല്ലെങ്കിൽ ക്രൂശിലുള്ള അപമാനത്തെ അവൻ അലക്ഷ്യമായി കണ്ടു. വിശുദ്ധനായിരിക്കുന്ന കർത്താവ് പിതാവ് തന്നെക്കുറിച്ചുള്ള രക്ഷാപദ്ധതി, തന്നിലൂടെ ഒരുക്കുന്ന രക്ഷാപദ്ധതിയുടെ മഹത്വം കണ്ടപ്പോൾ താൻ കടന്നു പോകുന്ന കഷ്ടാനുഭവങ്ങളെ താൻ ആശ്വാസത്തോടെ, സമാധാനത്തോടെ, സന്തോഷത്തോടെ ഫേസ് ചെയ്തു, അഭിമുഖീകരിച്ചു നമുക്ക് മനസ്സിലാക്കണം. അതേ അനുഭവം തന്നെയാണ് ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നമ്മളിൽ ഉണ്ടായിരിക്കണം എന്ന് ദൈവവചനം പറയുമ്പോൾ നമുക്ക് നൽകുന്ന സന്ദേശം. 3-ാമത്തെ വിഷയം, നമ്മുടെ പ്രതിസന്ധി, നമ്മുടെ വിഷയങ്ങളെ പ്രാർത്ഥനയോടെ കർത്താവിനെ ഏൽപ്പിക്കുക. അപ്പോൾ സമാധാനം നമുക്ക് ലഭിക്കാം. നമ്മൾ തനിയെ ഭാരം വഹിക്കുമ്പോഴാണ് നമ്മൾ കലങ്ങി പോകുന്നത്. എന്നാൽ അത് കർത്താവിനെ ഏൽപ്പിച്ചു കഴിയുമ്പോൾ കലക്കം ഇല്ലാതെയായിത്തീരും. ഈ 4-5 വിഷയങ്ങളാണ് 14-ാം അധ്യായത്തിൽ നമുക്ക് ദൈവത്തിന്റെ ആത്മാവ് രേഖപ്പെടുത്തി തന്ന. 15-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ, ആത്മീയ ജീവിതത്തിന്റെ ഉദ്ദേശം എന്താണ്,
എന്നതാണ് ദൈവത്തിന്റെ ആത്മാവ്. സുവിശേഷകൻ യോഹന്നാൻ പ്രത്യേകമായിട്ട്, അപ്പോസ്തലനായ യോഹന്നാൻ പ്രത്യേകമായിട്ട് വെളിപ്പെടുത്തുന്നത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ഉദ്ദേശം, ലക്ഷ്യം എന്താണ് എന്നുള്ളതാണ്. ദൈവം വെച്ചാൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ആ വിഷയത്തിലേക്ക് കടന്നു പോകാം. ഈ ഒരു അധ്യായത്തിൽ കർത്താവ് പറഞ്ഞിരിക്കുന്ന ഈ 5 പോയിന്റുകളിൽ അവസാനം വന്ന് നിന്നത് കർത്താവിന്റെ സമാധാനത്തോടെ നമ്മൾ ഭൂമിയിൽ ജീവിക്കുക എന്നുള്ളതാണ്. നമുക്ക് കലങ്ങി പോകുവാനായിട്ട് ആവശ്യമില്ല. കർത്താവ് ശാരീരികമായി നമ്മുടെ നഗ്നനേത്രങ്ങൾക്ക് കാണത്തക്ക നിലയിൽ ഈ ഭൂമിയിൽ നമ്മൾ കർത്താവിനെ കാണുന്നില്ലെങ്കിലും നമ്മുടെ ഹൃദയത്തിൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ കർത്താവിന്റെ സാന്നിധ്യം നമുക്ക് ഈ ഭൂമിയിൽ അനുഭവിക്കുവാനായിട്ട് കഴിയും. കർത്താവിന്റെ ആലോചനകൾ, കൽപ്പനകൾ അത് ഓർമ്മിക്കുവാനായിട്ട്, നമ്മളെ ഓർമ്മപ്പെടുത്തുവാനായിട്ട് പരിശുദ്ധാത്മാവ് ദൈവവചനത്തെ നമുക്ക് വിഭാഗിച്ചു തരുന്നു. ആ വിഭാഗിച്ചു തരുന്ന ദൈവവചനത്തിന് വിധേയപ്പെട്ടു നിൽക്കുക, അനുസരിക്കുവാനായിട്ട് ശ്രമിക്കുക, ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് നൽകുന്ന നിർദ്ദേശം. വരുന്ന ദിവസങ്ങളിൽ ഈ വിഷയം കൂടുതൽ കാര്യഗൗരവത്തോടെ ചിന്തിക്കുവാനും നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.